വന്നിട്ടുള്ള നല്ല പ്രിന്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് മസ്ലിൻ ഫാബ്രിക്കില് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ കംപ്ലീറ്റ്ലി ഒരു പ്രിന്റ് അല്ല വരുന്നത്. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റലി ചെയ്തിട്ട് അതിലേക്ക് അതിന്റെ ബോർഡർ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ സെറിയൊക്കെ കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു ഡിഫറെന്റ് യൂണീക്ക് ആയിട്ടുള്ള കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നല്ല ഭംഗിയുള്ള കളേഴ്സ്, ലൈറ്റ് പീച്ച്, സ്കൈ ബ്ലൂ, ദെൻ നല്ലൊരു പിങ്ക്, പേസ്റ്റൽ ആയിട്ടുള്ള ഗ്രീൻ, ഈ ഒരു പാറ്റേൺ ആണ്. ഇതിപ്പോ നമുക്ക് ശരിക്കും ഇതിനൊരു ട്രെൻഡിങ് ആയിട്ട് വന്നൊരു മെറ്റീരിയൽ, അതൊരു അൺസ്റ്റിച്ച്ഡ് സെറ്റിന്റെ പാറ്റേൺ ആണ്. അതായത് മസ്ലിൻ സിൽക്ക് ആണ് ഇത് ഫാബ്രിക് വരുന്നത്, ഭയങ്കര കൂടി, അതായത് പ്യുവർ ഫോമിൽ വരുന്ന മസ്ലിൻ സിൽക്ക് ആണ്. അതിലേക്ക് ഈ ഒരു പ്രിന്റിങ് ഉണ്ടോ, അതായത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ടോപ്പ് വരുന്നത്. കംപ്ലീറ്റ്ലി ഈ ഒരു പാറ്റേണിൽ നമ്മുടെ ടോപ്പ് വന്നിട്ട് ആ ഒരു പ്രിന്റ് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി സെറി കൊടുത്തിട്ട് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ സ്റ്റോൺസും കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എണ്ണം ഞാൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഒരു സെറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പൊ കളേഴ്സ് കണ്ടല്ലോ, ഇത്രയും കളേഴ്സ് ആണ്. അപ്പൊ ഓരോന്നും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് ആണ്. ഇതിന്റെ ഫാബ്രിക്, ഇതിന്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടോപ്പ് വരുന്നത് ഇതുപോലൊരു പ്രിന്റഡ്, ഫോൾഡ് ചെയ്തത് ടോപ്പ് വരുന്നത് ഇതുപോലൊരു പ്രിന്റഡ് പാറ്റേൺ. ഒരെണ്ണം ഞാൻ സെറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. കംപ്ലീറ്റ്ലി ഇതുപോലൊരു മസ്ലിൻ പ്രിന്റ്. നമുക്ക് വെയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റൈലിങ്ങിലായിരിക്കും നമുക്കിത് വരുന്നത്. ഈ രണ്ട് സൈഡിൽ വരുന്നത് സ്ലീവ്സിലേക്കുള്ളതാണ്. അതായത് നമ്മുടെ ഒരു പാറ്റേണിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലെ ടോപ്പ് വന്നിട്ട് കംപ്ലീറ്റ്ലി ഭയങ്കര സോഫ്റ്റ് ആയിട്ട്, ഇത് കണ്ടോ, ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങുന്ന രീതിയിലുള്ള, ഇത് ശരിക്കും ഒരുപാട് എന്താ പറയാ, ഭയങ്കര ഹെവി ഒന്നും വേണ്ട, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യണമെന്നുള്ള കസ്റ്റമേഴ്സ് ആണ് ഇങ്ങനത്തെ ചൂസ് ചെയ്തത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട, നല്ല പ്രീമിയം സ്റ്റൈലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് വരുന്ന കോൺസെപ്റ്റിൽ വരുന്ന കളക്ഷൻ ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട, ഭയങ്കര ഒരു സ്റ്റൈലിഷ് ആണ്, യൂണീക്ക് ആണ്, ഡിസൈനർ സ്റ്റൈലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. സോ ഇങ്ങനെയാണ് ഫസ്റ്റ് സെറ്റ് വരുന്നത്. നമുക്ക് പ്രിന്റ് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് കംപ്ലീറ്റ്ലി ആ ഒരു സെറ്റ് വരുന്നത്. ഇതുപോലെ സെയിം, അതായത് നല്ല സിൽക്കിൽ തന്നെ വരുന്ന ബോട്ടം. ഇത് നമ്മൾ ലൈനിങ് കൊടുത്തിട്ട് തന്നെ, പെൻസിൽ ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർ ലൈനിങ് കൊടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. സോ ഇതുപോലത്തെ സെയിം ടോൺ ബോട്ടം, ഇങ്ങനെയാണ് സെറ്റ് വരുന്നത്. ഇതിന്റെ ബാക്ക് പോർഷൻ വരുമ്പോഴത്തേക്കും ഇതുപോലെ പ്രിന്റിങ്ങിൽ വരും. ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നത്. ഈ ഒരു പ്രിന്റിൽ തന്നെ വരും. ഹൈലൈറ്റ്സ് വരുന്നില്ല, ഫ്രണ്ട് പോർഷനിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ഹൈലൈറ്റ്സ് വരുന്നത്. ഇങ്ങനെയാണ്, നല്ല രസമായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട്, നല്ല ഭംഗിയായിരിക്കും, നമുക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാം. നല്ല സോഫ്റ്റ് ചന്തേരി അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്സ് ഒക്കെ വെയർ ചെയ്തില്ല, ആ ഒരു ഫീലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. അടുത്ത നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആട്ടോ, നല്ലൊരു സീ ഗ്രീൻ ഷെയ്ഡ്. അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും നമ്മുടെ ടോപ്പ് വരുന്നത്. നല്ല സ്ലീവ്സിലേക്ക് നമുക്ക് ഇതുപോലെ വർക്ക് വരുന്നുണ്ട്, അതായത് വർക്ക് സ്റ്റൈൽ ചെയ്ത് നമുക്ക് സ്ലീവ്സും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. സോ ടോപ്പ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കര ഷേപ്പിൽ വെയർ ചെയ്യാൻ പറ്റും. ദുപ്പട്ട ഉണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആണ്. നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ ആ ഒരു ഫീല് മനസ്സിലാകുമ്പോൾ അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ദുപ്പട്ട സ്റ്റൈൽ ചെയ്യുന്നത്. എൻഡിൽ ചെറിയ ശരിക്കും കംപ്ലീറ്റ്ലി ഇത് നല്ല പ്രീമിയം സിൽക്ക് ബേസിൽ തന്നെ വരുന്ന സെറ്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഫുൾ സെറ്റ് വരുന്നത്. ഷാൻറ്റൂൺ ബോട്ടം. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് ആണോ, പീച്ച് എന്നോ പിങ്ക് എന്നോ ഒക്കെ പറയാം കേട്ടോ. കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ്. എല്ലാ ടോണർക്കും ചേരുന്ന രീതിയിലത്തെ ഷെയ്ഡ്സ് ആണ് വരുന്നത്. കംപ്ലീറ്റ്ലി നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ ഈ ഒരു പ്രിന്റ് സ്റ്റൈൽ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിൽ ആ ഒരു എഫക്റ്റ് കിട്ടുന്നോന്ന് അറിയില്ല, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അതിങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ല ഷെയ്ഡിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രിന്റ് ഉണ്ടോ, ഭയങ്കര രസമുണ്ട്, നല്ല ഭംഗിയുള്ള പ്രിന്റിംഗ് ആണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ബാക്ക് പോർഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. 2 സ്ലീവ്സും ഇതുപോലെ പ്രിന്റിങ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ. ബാക്കിലും ഫ്രണ്ടും സെയിം പാറ്റേണിൽ വരുന്ന പ്രിന്റ്. ബട്ട് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ പൊക്കത്തേക്ക് ഇതുപോലെ സെറി കൊടുത്തിട്ട് കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സെറി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. കുറച്ച് സൈഡിലായിട്ടാണ് നിൽക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ല ഫ്രണ്ട് പോർഷനിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള നല്ല ഡിസൈനർ സ്റ്റൈൽ വരുന്ന ദുപ്പട്ട. നന്നായിട്ട് ഒതുങ്ങും കേട്ടോ. തലയിലിടുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. നല്ലൊരു സ്റ്റൈൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന്റെ ഒരുപാട് ഒരു പ്രിന്റ് മാത്രമേ നമ്മൾ ഓൺലൈനിൽ കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് പ്രിന്റ് ഷോപ്പിൽ അവൈലബിൾ ആണ്. സോ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ തന്നെ ഷോപ്പ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം. താങ്ക് യു.